അപ്പോൾ അവരുടെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ പിന്നെ സിനിമ കാണാൻ, അന്നത്തെ കാലങ്ങളിൽ ഈ സിനിമ ഭ്രാന്ത് എനിക്കെന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ ഭയങ്കര സിനിമ ഭ്രാന്തുള്ള ആളായിരുന്നു ഞാൻ ചെറുപ്പത്തിൽ. ഇപ്പോൾ ഭ്രാന്തൊന്നുമില്ല കേട്ടോ, അന്ന് ചെറുപ്പത്തിൽ ഭയങ്കര ഭ്രാന്തായിരുന്നു, സിനിമ ഭ്രാന്ത്. അപ്പോൾ സിനിമ കാണാനായിട്ട് ഒരേ വീടുകളിലേക്ക്, നമുക്ക് അന്ന് പാകല്ല, അതുകൊണ്ട് ഒരേ വീടുകളിലേക്ക് നടക്കും. അതിൽ അപ്പോൾ ഇവരുടെ വീട്ടിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ സഫിയത്ത, ഷംസുക്ക, അവരുടെ വീട്ടിലാണ് കുറേ അവർ കാസറ്റൊക്കെ എടുക്കും. അന്ന് ഈ മറ്റേതിൻ്റെ കാസറ്റാണല്ലോ ആ കാലഘട്ടം. അപ്പോൾ മക്കൾ കാസറ്റൊക്കെ വാങ്ങിയിട്ട് അതിൻ്റെ മേലെയാണ്, അവരുടെ മേലെ ഒരു ടി വി ഒക്കെ വെച്ചിട്ട് ഞങ്ങളങ്ങനെ കണ്ട കാലഘട്ടമൊക്കെ ഉണ്ട്. പിന്നെ നൗഫൽ, നവാസ്, അതൊക്കെ ഓർത്തെടുക്കാൻ പറ്റിയൊരു സ്നേഹിതന്മാരാണ്. അവരുടെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാനാണ് ഞങ്ങൾ മെയിനായിട്ട് വരിക. അവിടെ ഞങ്ങൾ മക്കളെല്ലാവരും കൂടിയിട്ട് ക്രിക്കറ്റ് കളിക്കുക, അതൊരു രസമായിരുന്നു. അപ്പോൾ അവരുടെ വെല്ലുമുണ്ട്, ഉമ്മച്ചത്താന്ന് പറയും, അത് ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ കുറേ ചീത്തറിഞ്ഞിട്ട് ഓടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ മരണപ്പെട്ടിട്ടാണ്. അപ്പോൾ എന്തായാലും അവരുടെയൊക്കെ കബറിടം അല്ലാഹു സ്വർഗം പൂന്തോപ്പാക്കി കൊടുക്കട്ടെ, അങ്ങനെയാണ് പറമ്പല്ലാതെ. പിന്നെ അതുപോലെ അവിടെ പോയിട്ട് ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുക. പിന്നെ അവിടെ ഓർത്തെടുക്കാൻ പറ്റിയ എന്താ, ഇതുപോലെ തന്നെ സിനിമ, അവരുടെ വീടിൻ്റെ ഉള്ളിലാണ് ടി വി. പക്ഷെ ഞങ്ങളൊന്നും പറയില്ല, ഞങ്ങൾ മേലെ കയറിയിട്ട് സിനിമ കയറിന്ന് കാണും. ഭയങ്കര രസമുള്ള. അന്ന് ഷംസുക്കൊന്നും അവിടെ ഇല്ല കേട്ടോ, അന്നൊക്കെ ഷംസുക്കൊക്കെ ഗൾഫിലാണെന്ന്. ഇപ്പോൾ നാട്ടിൽ സെറ്റിലാ തോന്നുന്നുണ്ട് അവൾ. എന്തായാലും ഒക്കെ ഞാൻ ഇൻഷാ അല്ലാഹ് നാട്ടിൽ വരുമ്പോൾ അവരൊക്കെ ഒന്ന് പോയി കാണണം. ഇതുപോലെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നാട്ടിൽ പോയതിന് ശേഷം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോ പ്ലാനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഈ ജീവിത കഥകൾ. ഇനിയുണ്ട് കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയണ്ടേ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി, അപ്പോൾ ആ ബെൽ ബട്ടനൊക്കെ ഒന്ന് അമർത്തിക്കോളൂ. ഓക്കെ, അതൊക്കെ എടുത്തൊന്ന് കുത്തിക്കോളാം, ഏത് വിരലൊക്കെ എടുത്തിട്ട്.